ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നൊരു ഉള്ളിവട ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ നാല് സവാള എടുത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഇഞ്ചി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എരിവ് ഇഷ്ടമുള്ളവർക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്ക് തീരെ എരിവ് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാനത് ചേർത്തിട്ടില്ല. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് തിരുമ്മി കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തോന്നിയതാണ് കേട്ടോ ഇതുണ്ടാക്കാനായിട്ട്. അങ്ങനെ വേഗം ഒന്ന് സെറ്റ് ചെയ്തെടുത്തതാണ്. അതിലോട്ട് നമ്മൾ കടലപ്പൊടി 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ 4 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് ഇതാക്കി എടുക്കണം കേട്ടോ. ചായയുടെ കൂടെയൊക്കെ ഉള്ളിവടയൊക്കെ കഴിക്കാനായിട്ട് വല്ലാത്തൊരു വൈബാണ്. അപ്പോൾ ആ സ്പൂൺ കൊണ്ട് എനിക്കങ്ങനെ മിക്സ് ചെയ്തിട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ, ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റെ ഒരു ഇതായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും ഞാൻ എൻ്റെ കയ്യിൽ നിന്നിട്ട് ചേർക്കുന്നുണ്ട്. അത് ഇതിക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. പിന്നെ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുത്തിട്ട് ആ ഷേപ്പിലാക്കാൻ വേണ്ടി ഒന്ന് കുഴച്ചെടുത്തിട്ട് കൈ വിളിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഷേപ്പ് റെഡി ആയിട്ട് വരും. നമുക്കിനി ചൂടായ എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. സാധാരണ ടൊമാറ്റോ സോസാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. ഞാൻ ഒരു വെറൈറ്റിക്ക് വേണ്ടി മയോണൈസ് വെച്ച് കഴിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് മയോണൈസ് ഞാൻ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണത്. അപ്പോൾ അത് വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് കേട്ടോ. ഇതുവരെ ഞാൻ ഇങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.